കോഴിക്കോട് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി VM വിനുവിന് മത്സരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ 24നോട് പറഞ്ഞു. കോൺഗ്രസിന് ഉറപ്പായും ബി പ്ലാൻ ഉണ്ട്. ഇനിയും സർപ്രൈസ് അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും. വിനു 2020 വോട്ട് ചെയ്തില്ല എന്നത് CPIM തിരക്കഥയെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. പിന്നെ VM വിനുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല കളക്ടറുടെ വിശ്വാസവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം EROയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനമെടുക്കാമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കളക്ടറുടെ തീരുമാനത്തെയും ഹൈക്കോടതി വിധിയെയും ഞങ്ങൾ വളരെ ക്ഷമയോട് കാത്തിരിക്കുകയാണ്. ഇനി ഏത് സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ സജ്ജമാണ് കോൺഗ്രസ് UDF. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, പ്ലാൻ ബി ആണെങ്കിലും അടുത്ത സർപ്രൈസ് ആണെങ്കിലും അടുത്ത സ്ഥാനാർത്ഥി വോട്ടർ പട്ടികയിലുള്ള ആളാണെന്ന് കോൺഗ്രസ് ഉറപ്പിക്കില്ലേ? നിഖിൽ, കശ്മീർ കൃഷ്ണ ഉറപ്പായും അത് ചെയ്യുന്നുണ്ടാകും. കാരണം കോൺഗ്രസ് ഇപ്പോൾ വലിയ തലവേദനയിലൂടെ കടന്നു പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴിക്കോടിന് സുപരിചിതനായ ഒരു സാംസ്കാരിക മുഖത്തെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ അതിന് മുൻപ് അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, വോട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇന്നലെ VM വിനു കല്ലായിലെ ഒരു വീട്ടിൽ പ്രചരണത്തിനെത്തിയപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ ചോദിച്ചതും ഇത് തന്നെയാണ്. വോട്ടുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ള മറു ചോദ്യമാണ് ഈ ഗൃഹനാഥൻ ചോദിച്ചത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ പറയുന്നത് തങ്ങൾക്ക് ഹൈക്കോടതിയിലും കളക്ടറിലും പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ വോട്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇനി ഒരു പക്ഷേ അത് സാധ്യമായില്ലെങ്കിലും കോൺഗ്രസിന്റെ കയ്യിൽ ഉറപ്പായും ഒരു ബി പ്ലാൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ വീണ്ടും അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും, അതിനായി കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പൂർണ്ണമായി തള്ളുന്നില്ല. ഇന്നോ നാളെയോ ആയി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇന്നലെ CPM ഉന്നയിച്ചത് 2020 VM വിനു വോട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ പ്രവീൺ കുമാർ ആദ്യം ഈ വാർത്താ സമ്മേളനത്തിൽ വന്നപ്പോൾ തന്നെ VM വിനു വോട്ട് ചെയ്തതിന്റെ സ്ലിപ്പുമായാണ് വന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വോട്ട് കള്ളവോട്ടാകും എന്നുള്ള തരത്തിൽ വരെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ 2020 അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പ്രചരണം അത് CPMന്റെ ഒരു നരേഷൻ മാത്രമാണ്. ഇതിന് ഇലക്ഷൻ കമ്മീഷനും കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായോ എന്ന് പരിശോധിക്കും എന്നുകൂടി DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്തായാലും അവർ പറയുന്നത് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഇന്നോ നാളെയോ ആയി അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കൂടി DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി ക്രിസ്റ്റിന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.